മറ്റൊരു സുപ്രധാന വാർത്ത വരുന്നു. അയോധ്യ കേസിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു. എം ഉണ്ണികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉണ്ണിയിലേക്ക് വരാം. എന്തായാലും അയോധ്യ കേസിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇന്ന് 10:30 കേസ് പരിഗണിക്കും എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അയോധ്യ തർക്കത്തിൽ മധ്യസ്ഥ ചർച്ച നടത്താനാണ് സുപ്രീംകോടതി ഉത്തരവ്. ആരെയൊക്കെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകാനിരിക്കുന്നു. മുൻ സുപ്രീംകോടതി ജഡ്ജിമാരെ ഉൾപ്പെടുത്തിയായിരിക്കും മധ്യസ്ഥ ചർച്ചയ്ക്ക് ഉള്ള സംഘത്തെ നിശ്ചയിക്കുക എന്നതായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സുപ്രീംകോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എം ഉണ്ണികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് കോടതിയിൽ ഇന്നുണ്ടായിരിക്കുന്ന തീർപ്പ്? രേണുക, അയോധ്യ തർക്കം മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതിനായി സുപ്രീംകോടതിയുടെ തീരുമാനം എടുത്തിരിക്കുകയാണ്. സുപ്രീംകോടതി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മധ്യസ്ഥ ചർച്ചകൾ ഉത്തർപ്രദേശിലെ ഫൈസാബാദിലായിരിക്കും നടക്കുക. ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുക മുൻ ജഡ്ജിയായ ഖലീഫുള്ള ഖാനായിരിക്കും. ആ സംഘത്തിൽ ആരൊക്കെയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിഷയമായി തന്നെ സുപ്രീംകോടതി അതിനെ എടുത്തിരിക്കുന്നു. ഒപ്പം ഈ ശ്രീ രവിശങ്കറും ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ആൾക്കാരുടെ സംഘത്തിലുണ്ടാകും. ആകെ 3 പേരായിരിക്കും ഈ മധ്യസ്ഥ സംഘത്തിൽ ഉണ്ടാവുക. ഒരാൾ ഖലീഫുള്ള ഖാൻ, മറ്റൊരാൾ ശ്രീ രവിശങ്കർ, അതോടൊപ്പം തന്നെ ശ്രീറാം പഞ്ചു എന്നയാളും ഈ മധ്യസ്ഥ സംഘത്തിലുണ്ടാകും. മധ്യസ്ഥ സംഘത്തിന്റെ ചർച്ചകൾ നടക്കുക ഫൈസാബാദിലായിരിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ മധ്യസ്ഥ സംഘത്തിന്റെ ചർച്ചയുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഊഹാപോഹങ്ങളും മറ്റും പുറത്തു വന്ന് വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും ആശയക്കുഴപ്പങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയാണ് സുപ്രീംകോടതി ആ ഒരു മുൻകരുതൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് സുപ്രീംകോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. അയോധ്യ തർക്ക കേസിൽ സുപ്രീംകോടതി മധ്യസ്ഥ ചർച്ചയ്ക്ക് തീരുമാനമെടുത്തിരിക്കുന്നു. മധ്യസ്ഥ സംഘത്തിന് രൂപം നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി. ജസ്റ്റിസ് FM ഖലീഫുള്ള, ഒപ്പം ശ്രീ രവിശങ്കർ, മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരടങ്ങുന്ന 3 അംഗ സംഘമാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുക. ഫൈസാബാദിലായിരിക്കും, ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കും. അവിടെ കേന്ദ്രീകരിച്ചായിരിക്കും ഈ സംഘത്തിന്റെ പ്രവർത്തനം നടക്കുക. ഒരാഴ്ചക്കകം മധ്യസ്ഥ ചർച്ചകൾക്കുള്ള ശ്രമം ആരംഭിക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മധ്യസ്ഥ സംഘത്തിന് 3 പേരടങ്ങുന്ന സംഘത്തിന് വേണമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള അനുമതിയും സുപ്രീംകോടതി നൽകിയിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ചകൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി 8 ആഴ്ചയാണ്. അതായത് 8 ആഴ്ചക്കകം ഈ ചർച്ചകൾ പൂർത്തിയാക്കിക്കൊണ്ട് തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. രേണുക, അതായത് സുപ്രീംകോടതി നേരത്തെ നിശ്ചയിച്ചിരിക്കുന്നത് 6 ആഴ്ചയാണ് അയോധ്യ കേസിലെ രേഖകൾ പരിശോധിക്കാനായി നൽകിയിരുന്ന സാവകാശം. ആ സാവകാശത്തിന് തൊട്ടു പിന്നാലെ ഇനിയിപ്പോൾ മധ്യസ്ഥ ചർച്ചകളിൽ പുരോഗതി ഇല്ല എങ്കിൽ വീണ്ടും പ്രധാനപ്പെട്ട കേസ് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് എത്തുമെന്നാണ് ഇതോടുകൂടി ഉറപ്പായിരിക്കുന്നത്. ഏതായാലും വീണ്ടും ഈ ഒരു പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്കത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമമാണ് സുപ്രീംകോടതി നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 3 മധ്യസ്ഥ ചർച്ചയ്ക്കായുള്ള ആൾക്കാരെ നിയമിച്ചിരിക്കുന്നത്. ഹിന്ദു സംഘടനകൾ സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച മുൻ ജഡ്ജിമാരുടെ അടക്കം പേരുകൾ ഈ ചർച്ചകൾക്കായി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ പേരുകൾ പരിഗണിക്കാതെ സുപ്രീംകോടതി തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് 3 പേരെ നിയമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടാകും. ആ രീതിയിലാണ് കാര്യങ്ങൾ നേടുക. തീർച്ചയായും ഉണ്ണി, ഇതൊരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കേസല്ല, മതവികാരവുമായി ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ടാണ് മധ്യസ്ഥ ചർച്ചകൾക്കുള്ള സാധ്യത സുപ്രീംകോടതി തേടിയതും. നേരത്തെ ഹിന്ദു സംഘടനകൾ ഇതിൽ എതിരഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ന് കോടതി ചേർന്ന ഉടൻ തന്നെ കോടതി ഇത്തരം ഒരു തീരുമാനം അറിയിക്കുകയായിരുന്നു. മറ്റ് എതിർപ്പുകളോ മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നോ ഇന്ന്? ഇന്നിപ്പോൾ എതിർപ്പിനുള്ള സാവകാശം ഇല്ലായിരുന്നു. കാരണം സുപ്രീംകോടതി എല്ലാ കക്ഷികളുടെയും അഭിപ്രായം നേരത്തെ തന്നെ കേട്ടതാണ്. എല്ലാ കക്ഷികളുടെയും അഭിപ്രായം കേട്ടപ്പോൾ പ്രത്യേകിച്ച് രാംലല്ല അടക്കമുള്ള ഹിന്ദു സംഘടനകൾ വളരെ ശക്തമായ എതിർപ്പാണ് ഉന്നയിച്ചത്. ഉത്തർപ്രദേശ് സർക്കാരും അതേ നിലപാട് തന്നെ സ്വീകരിച്ചു. അതായത് അയോധ്യ തർക്കം മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഈ സംഘടനകളുടെ നിലപാട്. എന്നാൽ സുപ്രീംകോടതി അത് മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കോടതി അതിന് പറഞ്ഞിരിക്കുന്ന കാരണം, ഇങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഉത്തരവിടുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല. നിയമപരമായ ചർച്ചകളിലൂടെ തന്നെ അത് പരിശോധിക്കാവുന്ന വിഷയമാണ്. ആ രീതിയിൽ സുപ്രീം കോടതിക്ക് അത് കഴിയുമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ തുടർന്നാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നതും. 3 മധ്യസ്ഥന്മാരടങ്ങുന്ന സംഘത്തിനാണ് ഈ ചർച്ചകൾക്കായി സുപ്രീം കോടതി നിയമിച്ചിരിക്കുന്നത്. ഈ സംഘത്തിൽ കൂടുതൽ ആൾക്കാർ വേണമോ എന്നത് സംബന്ധിച്ച് ഈ സംഘത്തിന് തന്നെ തീരുമാനമെടുക്കാനുള്ള അവകാശവും ഉണ്ടാകും. ഏതായാലും അയോധ്യ തർക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കാലത്തിന് ശേഷമാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക്
വഴിയൊരുങ്ങുന്നത്. 2010 അലഹബാദ് ഹൈക്കോടതിയിൽ വിഷയം പരിഗണനയിലിരിക്കുമ്പോൾ മധ്യസ്ഥ ചർച്ച നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. അന്ന് ആ ഹർജി തള്ളുകയാണ് അലഹബാദ് ഹൈക്കോടതി ചെയ്തിരുന്നത്. മാത്രമല്ല ഹർജി നൽകിയ ആൾക്ക് 50,000 രൂപ പിഴ വിധിക്കുകയും ചെയ്തു. അതിനുശേഷം മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള സൂചന നൽകിയത് നേരത്തെ കേസ് പരിഗണിച്ചിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് JS കെഹാറാണ്. അദ്ദേഹം കേസ് പരിഗണിക്കുന്ന വേളയിൽ നാടകീയമായി തന്നെ പറഞ്ഞത് ഈ കേസ് മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കണം, താൻ അതിന് മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കാൻ തയ്യാറാണ്, കോടതിക്ക് പുറത്ത് അങ്ങനെ ഒരു ചർച്ച നടക്കട്ടെ എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെ വന്നിരുന്നെങ്കിൽ കൂടിയും പിന്നീട് ശ്രീ രവിശങ്കർ കോടതിക്ക് പുറത്ത് തർക്കപരിഹാരത്തിന് സ്വന്തം നിലയ്ക്ക് ശ്രമം നടത്തി. എന്നാൽ എല്ലാ കക്ഷികളും അതിനോട് യോജിക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ച സാധ്യമാകാത്ത സാഹചര്യം വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് അന്തിമവാദത്തിനായി അയോധ്യ ഹർജികൾ പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ ഒരു നിർദ്ദേശം വന്നത്. 5-അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് SA ബോബ്ഡെയാണ് ഈ ആവശ്യം വളരെ ശക്തമായി ഉന്നയിച്ചത്. ബെഞ്ചിലുണ്ട മറ്റൊരംഗമായ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ ഫലപ്രാപ്തിയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച് ഐകകണ്ഠേന തന്നെ ഈ വിഷയം മധ്യസ്ഥ ചർച്ചയ്ക്കായി വിട്ടിരിക്കുകയാണ്. ഒരു അവസാന ശ്രമം, ഏതെങ്കിലും തരത്തിൽ രമ്യമായി പ്രശ്നപരിഹാരം സാധ്യമാകുമോ എന്നതിൽ ഒരു അവസാന ശ്രമമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. എത്രമേൽ ഈ ശ്രമം ഫലപ്രദമാകും, വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഹിന്ദു സംഘടനകൾ ഇപ്പോൾ പറയുന്ന കാര്യം അയോധ്യയിലെ രാമന്റെ ജന്മസ്ഥലത്ത് തന്നെ ക്ഷേത്രം നിർമ്മിക്കണം, പള്ളി മറ്റെവിടെയെങ്കിലും നിർമ്മിക്കാം, ഈ തർക്കഭൂമിക്ക് പുറത്ത് അവിടെ പള്ളി നിർമ്മിക്കാൻ വേണമെങ്കിൽ ക്രൗഡ് ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാമെന്നാണ് ഹിന്ദു സംഘടനകൾ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നത്. ആ രീതിയിൽ കൃത്യമായ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ഫലപ്രാപ്തിയിൽ എത്തുമോ എന്നതിൽ സംശയങ്ങൾ ഉണ്ട് താനും. തീർച്ചയായും ഉണ്ണി, മാത്രവുമല്ല പതിറ്റാണ്ടുകളായി തുടരുന്ന പ്രശ്നമാണ്. അതിനുള്ള പരിഹാരം, അതിനുള്ള ചർച്ചകൾക്ക് 8 മാസം എന്ന സമയമാണ് സുപ്രീം കോടതി നിശ്ചയിച്ചിരിക്കുന്നതും. അതിനുള്ളിൽ പ്രശ്നപരിഹാരം എത്രമാത്രം സാധ്യം, അതിനുള്ള സാധ്യത എത്രമാത്രം? എത്രമാത്രം സാധ്യതയുണ്ട് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ കക്ഷികളും ഏത് തരത്തിലുള്ള നിലപാടെടുക്കുമെന്ന് നമുക്ക് ഇതിനകം തന്നെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ചിലർ എതിർപ്പുന്നയിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദു സംഘടനകൾ വളരെ കൃത്യമായി ഇതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. 8 ആഴ്ചത്തെ സാവകാശം മാത്രമാണ് കോടതി നൽകിയിരിക്കുന്നത്. 8 ആഴ്ചക്കുള്ളിൽ മധ്യസ്ഥ ചർച്ചകൾ പൂർത്തിയാക്കണം, ഒരാഴ്ചക്കുള്ളിൽ തന്നെ മധ്യസ്ഥ ചർച്ചകൾ തുടങ്ങണം. അയോധ്യ തർക്കഭൂമിക്ക് സമീപത്തുള്ള ഫൈസാബാദിലായിരിക്കും ഇതിന്റെ സിറ്റിംഗ് നടക്കുക. മധ്യസ്ഥ സംഘത്തിന്റെ സിറ്റിംഗ് നടന്നുകൊണ്ട് അവിടെ ആയിരിക്കും ഈ തീരുമാനം കൈക്കൊള്ളാനുള്ള ചർച്ചകൾ നടക്കുക. മാത്രമല്ല ഈ മധ്യസ്ഥ ചർച്ചയുടെ പുരോഗതി സംബന്ധിച്ച ആദ്യ റിപ്പോർട്ട് 4 ആഴ്ചക്കകം ഫയൽ ചെയ്യാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സിവിൽ നടപടിച്ചട്ടത്തിലെ മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 8 ആഴ്ചക്കുള്ളിൽ ചർച്ച പൂർത്തിയാക്കണം. ചർച്ചയിലെ പുരോഗതി അറിയിച്ചുകൊണ്ട്, അതായത് ചർച്ച അനുകൂല ദിശയിൽ പോകുന്നുണ്ടോ, എന്താണ് ഇതിലെ സംഭവവികാസങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് 4 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് കോടതി കൃത്യമായി നിരീക്ഷണം നടത്തും. ഈ 8 ആഴ്ചത്തെ സാവകാശമുണ്ടെങ്കിലും ഏത് തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ശരി ഉണ്ണി, തുടരുക. ഇപ്പോൾ അഭിഭാഷകരുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. और मीडिएशन में अगर मीडिएटरी प्रोसीडिंग्स को कोई भी डिफिकल्टी होती है तो वो सुप्रीम कोर्ट से उसको क्लैरिफाई करें. ये जो 4 हफ्ते का समय सीमा दिया है, 4 हफ्ते का रिपोर्ट देने की बात कही थी, फैसला आ जाएगा 4 हफ्ते, ये क्लैरिफाई रिपोर्ट ऑलवेज मीडिएटर अपनी रिपोर्ट सुप्रीम कोर्ट के सामने सबमिट करेगा और वो रिपोर्ट सुप्रीम कोर्ट को अगर उसमें उनको कोई डिफिकल्टी होती है तो वो सुप्रीम कोर्ट से उस बात को क्लैरिफाई करेंगे. ये जो 2 बाकी जज हैं, श्री रविशंकर के बारे में तो हम जानते हैं कि उनका एक्सपीरियंस है. बाकी जो जज हैं कलीफुल्ला, उनको अध्यक्ष बनाए, क्या मेरिट क्या है उनको नहीं, जस्टिस कलीफुल्ला सुप्रीम कोर्ट के रिटायर्ड जज रहे हैं और ये सुप्रीम कोर्ट का विशेषाधिकार है कि वो किसको मीडिएटर अपॉइंट करता है. ठीक है. श्रीराम पंचू के बारे में क्या जानकारी है? देखिए उसके बारे में मुझे कोई जानकारी नहीं है, पर सुप्रीम कोर्ट ने जो भी मीडिएटर पैनल अपॉइंट किया उसके सामने हम जाएंगे और अपनी बात रखेंगे. ठीक है. ഉണ്ണി തുടരുന്നുണ്ട്. അഭിഭാഷകരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെയാണ് ഉണ്ണി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടവരുടെ പേര് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കോടതി ഇരു വിഭാഗങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ വരികയും ചെയ്തു. അത് കണക്കിലെടുക്കാതെ കോടതി തന്നെ ഈ പേരുകൾ, മധ്യസ്ഥ ചർച്ചയിലുള്ള 3 പേരുടെ പേരുകൾ ഇന്ന് നിർദ്ദേശിക്കുകയാണോ ഉണ്ടായത്? തീർച്ചയായും രേണുക, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു പക്ഷം നൽകിയ പേരുകൾ അംഗീകരിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ തർക്കത്തിനിടയാക്കിയേക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കോടതി തന്നെ ഈ പേരുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതിനെ വേണം മനസ്സിലാക്കാൻ. ഹിന്ദു മഹാസഭയായാലും നിർമോഹി അഖാഡയായാലും ശ്രീ രവിശങ്കറിന്റെ പേര് പറഞ്ഞിരുന്നില്ല, മറിച്ച് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിമാരുടെ പേരുകളാണ് അവർ പറഞ്ഞിരുന്നത്. നിർമോഹി അഖാഡ മുൻ സുപ്രീം കോടതി ഹിന്ദു മഹാസഭ പറഞ്ഞിരുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് JS കെഹാർ, ഒപ്പം ജസ്റ്റിസ് AK പട്നായിക് എന്നിവരുടെ പേരുകളാണ്. എന്നാൽ നിർമോഹി അഖാഡ പറഞ്ഞിരുന്നത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് JS കെഹാർ, ഒപ്പം AK പട്നായിക്,
GS സിംഗ്വി എന്നിവരുടെ പേരുകളാണ്. എന്നാൽ ഈ പേരുകളൊന്നും പരിഗണിച്ചിട്ടില്ല കോടതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 3 പേരുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെ പേരുകളിൽ ഈ സംഘടനകൾ നൽകിയ പേരുകൾ ഉൾപ്പെട്ടിട്ടില്ല. മുസ്ലിം വിഭാഗം ഏതൊക്കെ പേരുകളാണ് നൽകിയതെന്ന വിവരം പുറത്തു വന്നിട്ടുമില്ല. ഇനി ഈ അവർ നിർദ്ദേശിച്ച പേരുകളിൽ ഇത് ഏതെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. ജസ്റ്റിസ് ഖലീഫുള്ള ഖാൻ അദ്ദേഹം സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയാണ്. ശ്രീറാം പഞ്ചു അദ്ദേഹം സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകരാണ്. ശ്രീ രവിശങ്കർ നമുക്ക് അറിയുന്നത് പോലെ തന്നെ മതപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. ആ രീതിയിൽ കോടതി തന്നെ അവരുടെ പേരുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ശ്രീ രവിശങ്കറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക നേരത്തെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകാൻ ശ്രമിച്ച ഒരാൾ എന്ന രീതിയിലും ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകുമെന്ന ഒരു കണക്കുകൂട്ടലായിരിക്കാം. അല്പസമയം മുമ്പ് അഭിഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീറാം പഞ്ചുവിനെ എന്ത് അടിസ്ഥാനത്തിലാണ് കോടതി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറിയില്ല. കോടതിയുടെ വിവേചനാധികാരമാണതെന്നാണ് അഭിഭാഷകർ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ കോടതി വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കാം ഈ 3 പേരുകൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. കൂടുതൽ പേരെ ഉൾപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഈ സമിതിക്ക് ഉണ്ടാവുകയും ചെയ്യും. ഉണ്ണി തുടരുക. ഇപ്പോൾ കെ സുരേന്ദ്രൻ BJP ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ കെ സുരേന്ദ്രൻ, ഈ അയോധ്യ കേസിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് 3-അംഗ സമിതിയെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 8 ആഴ്ചയ്ക്കകം ഈ പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്താനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നീക്കത്തെ താങ്കൾ എങ്ങനെ കാണും? അല്ല, തീർച്ചയായിട്ടും അയോധ്യ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നും അവിടെ ഉചിതമായിട്ടുള്ള ഒരു ശ്രീരാമക്ഷേത്രം ഉയരണമെന്നുമുള്ള ഇത് ഇന്ത്യ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അതിന് സ്വാഭാവികമായിട്ടും ഇപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പലരും നേരത്തെ തന്നെ പിന്നെ ഇത് സംബന്ധിച്ചുള്ള മാധ്യസ്ഥ ശ്രമങ്ങൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചതാണ്. ചില ആളുകൾ ഇപ്പോ പുറമെ നിന്ന് വന്ന് അതിനെ തുറക്കം വെക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം കോടതി നടത്തുന്നത് തെറ്റില്ലാത്ത കാര്യമാണ്. കാരണം ജനങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലുണ്ടായിട്ടുള്ള അകൽച്ചയും അസമാധാനവും ഒക്കെ രമ്യമായി തീരേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. പ്രതിപക്ഷ പാർട്ടികളും തീവ്രവാദ ശക്തികളും മാധ്യമങ്ങളും അത് കുത്തിപ്പൊക്കി വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ, ഇതിൽ ഇങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ചയുടെ സാധ്യത കോടതി തേടുമ്പോൾ നിർമോഹി അഖാഡ ഒഴികെയുള്ള ഹിന്ദു സംഘടനകളൊക്കെ ആ മധ്യസ്ഥ ചർച്ച സംബന്ധിച്ചുള്ള നീക്കത്തെ എതിർക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ശ്രമത്തിൽ അവർ പൂർണ്ണമായും പങ്കാളികളാകുമെന്ന് നമുക്ക് കരുതാമോ? അല്ല, അതൊരു ഇപ്പൊ കോടതി ഇത്തരം കേസുകളിലെല്ലാം, ഇത്തരം സിവിൽ കേസുകളിലെല്ലാം ഇങ്ങനെ ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് ശ്രമിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഒരുപാട് പ്രമാദമായിട്ടുള്ള കേസുകളിൽ ഇങ്ങനെ ഒരു കോടതിക്ക് പുറത്തുള്ള സെറ്റിൽമെന്റിന് ശ്രമിക്കാറുണ്ട്. അത് പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ വഴി തേടുക അല്ലാതെ മറ്റു മാർഗമില്ല. തീർച്ചയായും അതിന് 8 ആഴ്ചത്തെ സമയം കോടതി നൽകുകയും ചെയ്തിരിക്കുന്നു. താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്കമാണ്. വലിയ രീതിയിൽ മുറിവേൽപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ മതപരമായൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം. 8 ആഴ്ച എന്നൊരു സമയത്തിൽ അതിനൊരു പരിഹാരം മധ്യസ്ഥ ചർച്ചയിലൂടെ സാധ്യമാകും എന്നാണോ താങ്കളുടെ പ്രതീക്ഷ? അല്ലെ, ഞാനിപ്പോ അങ്ങനെ ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുള്ള ആളല്ല. അത് സംബന്ധിച്ച് അയോധ്യ കേസിൽ കക്ഷികളായിട്ടുള്ള ആളുകൾ, പാർട്ടിക്കാർ, വിശ്വ ഹിന്ദു പരിഷത്ത്, ശ്രീരാമ ജന്മഭൂമി ന്യാസ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഘടകം, ഇവരൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടത്. ഞാൻ താങ്കളുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തന്നേ ഉള്ളൂ. കോടതി അത്തരം ഒരു പരിശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് വിജയിക്കുമെങ്കിൽ വലിയൊരു ആശ്വാസമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ശരി, വളരെ നന്ദി ശ്രീ കെ സുരേന്ദ്രൻ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും അയോധ്യ കേസ് തർക്ക പരിഹാരത്തിന് മധ്യസ്ഥ ചർച്ച നടത്താനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നതിന്. ഇതിനായി 3 അംഗ സംഘത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മുൻ ജഡ്ജി ഖലീഫുള്ള ഖാൻ, ശ്രീ രവിശങ്കർ, ശ്രീറാം പാഞ്ചു എന്നിവരാണ് സമിതിയിലുള്ളത്. ഇവർക്ക് വേണമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താം എന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. 8 ആഴ്ച സമയമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്.